Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumut and welcome back to തട്ടിക്കൂട്ട് സെറ്റപ്പ്. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സെഗ്മെന്റ് തട്ടിക്കൂട്ട് സെറ്റപ്പ് ഈസ് ബാക്ക്. പല റീസൺസ് കാരണം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മെയിൻലി നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് എൻട്രീസ് വരുന്നില്ലായിരുന്നു ആൻഡ് ഇടയ്ക്ക് ഒന്ന് രണ്ട് എൻട്രീസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. അത് ഇൻകംപ്ലീറ്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനെ ഇമെയിൽ അയച്ചു, അങ്ങനെ കുറച്ച് എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ എന്തായാലും നമുക്കൊരു 4-5 എൻട്രീസ്, ഇതും പഴയതാണ്, ഒരു 4-5 മാസം മുമ്പേ അയച്ച എൻട്രീസ് ആണ്. സോ ഐ എം സോറി ഫോർ ദീസ് ഗൈസ്. ഇത് കുറച്ച് നാൾ മുമ്പേ അയച്ചതാണ്. ഐ ഡോണ്ട് നോ, ഇതിൽ 1-2 പേരുടെ അടുത്തും ഞാൻ കൺഫർമേഷൻ എടുത്തിട്ടുണ്ട്. അതും ഒരു 2-3 മാസം മുമ്പെയാണ് കൺഫർമേഷൻ എടുത്തത്. ഇത് സെറ്റപ്പ് സെയിം ആണോ, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. സോ എനിവേസ്, ഇനി എന്തായാലും ഇതിൽ ഒരു ഡിലേ വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പഴയ എൻട്രീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 എൻട്രീസേ ഉള്ളൂ. സോ പുതിയ എൻട്രീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രീസ് അയക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ റിഗ്സ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഷോക്കേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഫോട്ടോസ്, ഹൈ ക്വാളിറ്റി ഫോട്ടോസ് വേണം. വാട്സപ്പിന് ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫോട്ടോസ് അയക്കല്, നല്ല ഹൈ റെസൊല്യൂഷനിലുള്ള ഫോട്ടോസ് വേണം. ഇൻ കേസ് അതും ഇമെയിലിൽ എന്തെങ്കിലും സൈസ് റെസ്ട്രിക്ഷൻ ഉണ്ട്, സൈസ് വലുതാണെങ്കിൽ വി ട്രാൻസ്ഫർ എന്ന ഈ സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബൾക്ക് ഫയൽസ് അയക്കാവുന്നതാണ്. സോ ഈ സെഗ്മെന്റ് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തും കമന്റ്സിലും ചോദിക്കുന്നതാണ്, നിർത്തിയോ എന്താണെന്നുള്ളത്. എനിക്കങ്ങനെ ഇതിപ്പം നിർത്താൻ ഒരു ഇതുമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ്. സോ പുതിയ എൻട്രീസ് നിങ്ങൾ അയച്ചാലേ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വെയിറ്റിംഗ് ഫോർ യുവർ ന്യൂ എൻട്രീസ്. തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് സെറ്റപ്പ് ഈസ് ഫ്രം ഫാത്തിം ഹിബിൻ. ഇത് അയച്ചു വെക്കുന്നത് സൗദിയിൽ നിന്നാണ്, ഫ്രം ജിദ്ദ. സോ ഇതൊരു ലാപ്ടോപ്പ് ബേസ്ഡ് സെറ്റപ്പ് ആണ്. മെയിൻലി ഗെയിമിംഗ്, എഡിറ്റിംഗ്, സ്കൂൾ വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കണ്ടിട്ട് ഒരു ബെഡ്റൂമിൽ വെച്ചേക്കുന്ന ഒരു സെറ്റപ്പ് ആണ്. ഒരു കൈൻഡ് ഓഫ് എ നീറ്റ് ക്ലീൻ സെറ്റപ്പ് ആണ്. ലാപ്ടോപ്പ് ഉണ്ട്, മോണിറ്റർ, കീബോർഡ്, പെരിഫറൽസ് എല്ലാം നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത്, ഹെഡ്ഫോൺ സ്റ്റാൻഡും എല്ലാം പക്ക നീറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ എല്ലാ ഡിവൈസസിലും സിമിലർ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമിലർ തീമാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ബാക്കിൽ ഒരു ഫുൾ ലെന്തിലുള്ള ഒരു RGB LED സ്ട്രിപ്പും പോകുന്നുണ്ട്. സോ ഫുൾ സെറ്റപ്പ് പവർ ചെയ്യുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. ലാപ്ടോപ്പിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഇന്റൽ കോർ i7 10th ജനറേഷൻ ആണ്, 16GB റാം ഉണ്ട്, GTX 1650 ആണ് GPU, 128GB SSD, 1TB ഹാർഡ് ഡ്രൈവ്. സോ ലെനോവോ IdeaPad Gaming 3 എന്ന മോഡലാണ്, 2022 എഡിഷൻ. ഓക്കെ, ഇപ്പോഴത്തെ ടൈംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പഴയ ലാപ്ടോപ്പ് ആണ്, ബട്ട് സ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് പുള്ളിയുടെ യൂസിന് ഇത് ഇനഫ് ആണെന്നാണ്. സോ ഓവറോൾ സെറ്റപ്പ് ലുക്സ് വെരി നീറ്റ്. ഒരു സിമ്പിൾ ലാപ്ടോപ്പ് ബേസ്ഡ് സെറ്റപ്പ് ആണ്. പെരിഫറൽസ് എന്താണെന്ന് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കീബോർഡ് യൂസ് ചെയ്തേക്കുന്നത് റോയൽ ക്ലൂജിന്റെ RK71 ലിമിറ്റഡ് എഡിഷൻ ഇൻ വൈറ്റ് ആണ്. മൗസ് ഈ കാണുന്നത് റേസറുടെ വൈപ്പർ അൾട്ടിമേറ്റ് മെർക്യൂറി എഡിഷൻ. ഹെഡ്സെറ്റും റേസറിന്റെ തന്നെയാണ്. ഐ തിങ്ക് ഒരു റേസർ ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. റേസറിന്റെ ക്രാക്കൻ മോഡൽ. ആൻഡ് മോണിറ്റർ ഈ കാണുന്നത് AOC ബ്രാൻഡിന്റെ 27GS2SP എന്ന മോഡൽ. പറഞ്ഞ പോലെ സിമ്പിൾ സെറ്റപ്പ് ആണ്. വലിയ ഹാസൽസോ അത്ര വലിയ കേബിൾ മാനേജ്മെന്റ് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എവറിത്തിങ് ലുക്സ് വെരി നീറ്റ്. കേബിൾ മാനേജ്മെന്റ് സിമ്പിൾ സെറ്റപ്പ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നീറ്റ്, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇതിൽ വേറെ 1-2 കാര്യം കൂടി ഉള്ളത്. മൈക്രോസോഫ്റ്റിന്റെ സർഫേസ് പ്രോ ആണ് ഈ ടാബ്ലറ്റ് കാണുന്നത്. ആൻഡ് ഇതാണ് ഞാൻ നോക്കിയത്. ട്രസ്റ്റ് മാസ്റ്ററിന്റെ ആണ് ഫ്ലൈറ്റ് സിമുലേറ്റർ ജോയ്സ്റ്റിക്ക് നിങ്ങൾ ഈ കാണുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജോയ്സ്റ്റിക് ഉണ്ട്. സോ ഇത് ട്രസ്റ്റ് മാസ്റ്ററിന്റെ ആണ്. ഏത് എക്സാക്ട് മോഡൽ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ബാക്കി പെരിഫറൽസ് ഓക്കെ, ഐക്യാഡി ആണ്. ഫോൺ സ്റ്റാൻഡ്, iPhone 13 Pro Max. ഓക്കെ, റേസറിന്റെ ചാർജിംഗ് ഡോക്ക്, ഐക്യാഡി ആണ് ടേബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ ഇതായിരുന്നു നമ്മുടെ ഹിബിന്റെ സെറ്റപ്പ്. സിമ്പിൾ ഒരു സെറ്റപ്പ് ആണ്. ഇതിൽ വലുതായിട്ട് പറയാനൊന്നുമില്ല. അറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സെറ്റപ്പ് ഇതാണോ, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഒരു 2-3 മാസം മുമ്പ് കോൺടാക്ട് ചെയ്തപ്പോൾ ഇതാണെന്നാണ് കൺഫേം ചെയ്തത്. ആൻഡ് മൂവിംഗ് ഓൺ, നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് അയച്ചു വെക്കുന്നത് രോഹിത് ആണ്, ഫ്രം എറണാകുളം. മെയിൻലി ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫുൾ റൂം സെറ്റപ്പ് തന്നെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫുൾ സെറ്റപ്പ്. സോ റൈറ്റ് സൈഡിൽ ഒരു ഫുൾ TV യൂണിറ്റ് നമുക്ക് കാണാം. ആൻഡ് ലെഫ്റ്റ് സൈഡിലാണ് ഫുൾ PC സെറ്റപ്പ് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിൽ പ്രോസസർ ഇന്റലിന്റെ i7-11700F ആണ്. ഗിഗാബൈറ്റിന്റെ H510 ആണ് മദർ ബോർഡ്. 16GB കോസൈർ വെഞ്ചൻ സിംഗിൾ റാം. RX 580 ആണ് GPU, 120GB SSD, 240GB SSD ഉണ്ട്. അഗൈൻ ഒരു 120GB SSD ആൻഡ് 2TB തോഷിബ ഹാർഡ് ഡ്രൈവ്. സോ 3 SSDസും ഒരു ഹാർഡ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻടെക്കിന്റെ V550 ആണ് പവർ സപ്ലൈ. ആൻടെക്കിന്റെ NX200 ആണ് ക്യാബിനറ്റും. ഓക്കെ, സോ പുള്ളി ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ PC ഇന്റൽ i5 4th ജനറേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയതെന്നാണ് പറയുന്നത്. സോ ഇതിൽ റാമും GPU അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നു. ഇതിൽ ഫസ്റ്റ് ഞാൻ പറയാനുള്ളത്, റാം അല്ലെങ്കിൽ GPU അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻടെക്കിന്റെ ആ പവർ സപ്ലൈ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻടെക്കിന്റെ ഈ ആറ്റം സീരീസ് അത്രയ്ക്കൊരു റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ടിയർ ലിസ്റ്റിൽ വരുന്ന PSUs അല്ല. സോ GPU അപ്ഗ്രേഡ് നിങ്ങൾ ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റിക്കമെൻഡ് ഒരു കൂളർ മാസ്റ്റർ അല്ലെങ്കിൽ ഡീപ് കൂൾ ഓർ MSI
യുടെ അത് നിങ്ങളുടെ GPU ആൻഡ് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കണം. 650 വാട്ട്സ് ടു 750 വാട്ട്സ് ഡിപ്പെൻഡിങ് ഓൺ ദ GPU. സോ റാം എന്തായാലും സെയിം 16GB Corsair Vengeance യൂസ് ചെയ്യാം. GPU നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ 11700Fന് ഒരു RTX 3060 യൂസ്ഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. AMD RX 7700 XTയും നല്ലൊരു ചോയ്സ് ആയിരിക്കും. എനിവേ സെറ്റപ്പിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ്ലി നോട്ടീസ് ചെയ്തത് PC താഴെയാണ് വെച്ചേക്കുന്നത്. സോ ഐ വുഡ് റിക്കമെൻഡ് താഴെ വെക്കാതെ മേളിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബിക്കോസ് താഴെയാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതും താഴെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് അകത്ത് PCയിലോട്ട് കയറുന്നതും. സ്പെഷ്യലി PSUയുടെ ഫാനാണ് താഴെ വരുന്നത്. സോ താഴെ നിന്ന് നിങ്ങൾ റൂം ക്ലീൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കൽസ് എന്തായാലും താഴെയാണ് വരുന്നത്. താഴെ നിന്ന് ഏറ്റവും ഈസി ആയിട്ട് ഡസ്റ്റ് PCയിൽ കയറാമെന്നുള്ളത്. സ്പെഷ്യലി അത് PSU ആയതുകൊണ്ട് PSU ഡാമേജ് ആകാനും ചാൻസ് ഉണ്ട്. ആൻഡ് PCയുടെ ഓവറോൾ ലുക്സ് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കംപ്ലീറ്റ് കുറച്ച് പൊടി അടിച്ചാണ് ഇരിക്കുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടേബിളെ വെക്കാൻ പറ്റുമെങ്കിൽ ടേബിളെ വെക്കാമെന്നാണ്. ഐ തിങ്ക് ടേബിളെ വെക്കാനുള്ള സ്ഥലമുണ്ട്. സോ ടേബിളിൽ ഒരു സൈഡ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടി എന്തെങ്കിലും സ്റ്റൂളോ കുറച്ചൊന്ന് ഹൈറ്റ് മേലോട്ട് വെക്കുന്നതാണ് ബെസ്റ്റ്. ഇനീഷ്യൽ ഇംപ്രഷൻ എന്തായാലും PC ടവറിന്റെ പ്ലേസ്മെന്റിനെ കുറിച്ചാണ്. ആൻഡ് കേബിൾ മാനേജ്മെന്റ് ഈ പിക്കിൽ കാണാം. കേബിൾ മാനേജ്മെന്റും നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. ബാക്കി എന്തായാലും കുഴപ്പമില്ല. ഓവറോൾ സെറ്റപ്പ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു റൂമിൻ്റെ ഫുൾ സെറ്റപ്പ്, ഒരു എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പും ഒരു PC സെറ്റപ്പും അങ്ങനെ ഒരു നോക്കുമ്പം കുഴപ്പമില്ല. ഇതിൽ പെരിഫറൽസിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഡിസൈനിങ് പേർപ്പസിന് വേണ്ടിയാണ് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഡ്രോയിങ് ടാബ്ലറ്റ് കാണാം. അതിൻ്റെ ബ്രാൻഡ് VIE-KK എന്ന മോഡലാണ്, A15 മോഡൽ. പാനസോണിക്കിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് സെക്കൻഡറി ഡിസ്പ്ലേ ആയിട്ട് വെച്ചേക്കുന്നത്. ആൻഡ് സ്പീക്കേഴ്സ് ഈ കാണുന്നത് പയനിയർ ബ്രാൻഡിൻ്റെയാണ്. ഒരു AV റിസീവറും പയനിയറിൻ്റെ 5.1 സറൗണ്ട് സിസ്റ്റമാണ്. സോ ഓവറോൾ സ്പെക്സ് എന്തായാലും ബാക്കി സ്ക്രീനിൽ കാണാം. ടേബിൾ ടോപ്പിൻ്റെ കാര്യവും ബാക്കി എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പിൻ്റെ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ PCയുടെ കാര്യമാണ്. PC ഇങ്ങനെ താഴെ വെച്ചേക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലെന്തായാലും മെയിൻ ചെറിയ കൺസേൺ ഞാൻ പറഞ്ഞു, കേബിൾ മാനേജ്മെൻറ്റും PCയുടെ പ്ലേസ്മെൻറ്റുമാണ്. അതല്ലാതെ നോക്കുവാണെങ്കിൽ സ്പെക്സ് ഓക്കെയാണ്. മേ ബി GPU അപ്ഗ്രേഡ് നിങ്ങളുടെ യൂസേജും ബഡ്ജറ്റ് അനുസരിച്ച് GPU അപ്ഗ്രേഡ് ചെയ്താൽ ഐ ഹോപ്പ് അതൊരു നല്ലൊരു അത്യാവശ്യം ഹൈലി കേപ്പബിൾ PC ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. സോ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് ഫ്രം രോഹിത്. ആൻഡ് കമ്മിങ് ടു തേർഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് മുഹമ്മദ് സിനാൻ ഷാ ആണ്. ഐ തിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള പയ്യനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വന്നേക്കുന്നത് ഫ്രം മലപ്പുറം. ആൻഡ് പേർപ്പസ് മെൻഷൻ ചെയ്തേക്കുന്നത് ഗെയിമിംഗ്, വെബ് ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് സ്പെക്സ് ഒന്ന് നോക്കാം. Ryzen 5 5600X ആണ് പ്രോസസ്സർ. 5000 സീരീസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സേഴ്സ് ആണിത്. MSIയുടെ Mac B550 ടോമഹോക്ക് മോഡൽ മദർബോർഡ്, Corsair Vengeanceന്റെ 16GB RAM, 3060 Ti ഗെയിമിംഗ് OC GPU, SN570 500GB NVMe SSD, തോഷിബയുടെ 2TB ഹാർഡ് ഡ്രൈവ്, കൂളമാസ്റ്ററിന്റെ ML240 RGB V2 ലിക്വിഡ് കൂളർ, കൂളമാസ്റ്ററിന്റെ തന്നെയാണ് PSU 750 വാട്ട്സിന്റെ ബ്രോൺസ്, ആൻഡ് ലിയാൻലിയുടെ ലാൻഡ്കൂൾ 215 ആണ് ഈ കാണുന്ന ക്യാബിനറ്റ്. ഓക്കെ, സോ ഇതാണ് ഫുൾ റൂം സെറ്റപ്പ്. നിങ്ങൾ സെറ്റപ്പ് അയക്കുമ്പം ഇങ്ങനത്തെ ഫോട്ടോസും കൂടെ അയക്കുന്നത് നല്ലതായിരിക്കും. ലൈക്ക് ഫുൾ റൂമിൻ്റെ ആ ഒരു വ്യൂ കാണിക്കുന്നത് പോലത്തെ ഫോട്ടോസും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആർക്കെങ്കിലും ഫുൾ റൂം സെറ്റപ്പ് വേണം, എന്തെങ്കിലും ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. എനിവേസ് ഇതൊരു കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ് കണ്ടിട്ട്. ഐ തിങ്ക് ബാക്കിൽ 2 സിംഗിൾ വിൻഡോസ് ആണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ടേബിൾ വെച്ചേക്കുന്നത്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടേബിളാണെന്ന് തോന്നുന്നു. ഓവറോൾ ഫുൾ സെറ്റപ്പ് കുഴപ്പമില്ല. ഇതൊരു ലാപ്ടോപ്പും കാണുന്നുണ്ട്. HP ലാപ്ടോപ്പാണ്, HP 15S Ryzen 5 5625U. ഇത് വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ PC ഓൾമോസ്റ്റ് 3 years ആകുന്നു വാങ്ങിച്ചിട്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ ആ ടൈമിൽ 1.27 lakhs ആണ് അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത്. ആൻഡ് PC ഇതുവരെ മേജർ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. AO ലിക്വിഡ് കൂളറിൻ്റെ LED പോയി എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറയണം. അഗൈൻ ഇത് അപ്ഗ്രേഡ് ചെയ്ത് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേസ് ഇതിൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഈ സെയിം മദർ ബോർഡാണ് യൂസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഹയർ CPU or GPUലോട്ട് നോക്കാം. PSU എന്തായാലും 750 വാട്ട്സ് ഉണ്ട്. സോ ഈസിലി 4070 GPU or 4070 Ti വരെ ഹാൻഡിൽ ചെയ്തോളും, കുഴപ്പമില്ല. അതെല്ലാം നിങ്ങളുടെ എക്സാക്ട് റിക്വയർമെന്റിൽ ഡിപ്പെൻഡ് ചെയ്യും. മോണിറ്റർ റീപ്ലേസും നോക്കുന്നുണ്ടെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. 20K അണ്ടറിൽ ഒരു മോണിറ്റർ, 2K റെസൊല്യൂഷൻ. 20K അണ്ടറിൽ ഐ തിങ്ക് ഇപ്പം വ്യൂസോണിക്കിന്റെ നല്ല മോണിറ്റേഴ്സ് വരുന്നുണ്ട്. ഇനി 1-2 സജഷൻസ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കാം, ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ PC സെറ്റപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ സെറ്റപ്പ് ഈസ് ഗുഡ്, നല്ല സെറ്റപ്പ് തന്നെയാണ്. സ്പെക്സ് വൈസ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പെക്കാണിത്. പെരിഫറൽസിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ Acer Nitroയാണ് ഇപ്പോൾ മോണിറ്റർ, 24 ഇഞ്ചിന്റെ. ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല മോണിറ്റർ ആണ് ഈ മോഡൽ, VG240 YP മോഡൽ. കീബോർഡ്, മൗസ്, ഹെഡ്സെറ്റ് ആൻഡ് മറ്റു പെരിഫറൽസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ ഓവറോൾ കേബിൾ മാനേജ്മെന്റും കുഴപ്പമില്ല. PCയുടെ അകത്തേതാണെങ്കിലും പുറത്തേതാണെങ്കിലും കേബിൾ മാനേജ്മെന്റ് അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. മൊത്തത്തിൽ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ നീറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. സോ മെയിൻ്റനൻസ് ഈസ് വെരി നൈസ്. സോ ഓവറോൾ സെറ്റപ്പ് നിങ്ങൾ കണ്ടു, ഇറ്റ്സ് എ ഡീസെന്റ് സെറ്റപ്പ്. പിന്നെ അപ്ഗ്രേഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇൻ കേസ് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓവറോൾ നിങ്ങളുടെ ബഡ്ജറ്റിലും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ അതായിരുന്നു നമ്മുടെ തേർഡ് സെറ്റപ്പ് ഫ്രം സിനാൻ ഷാ. ആൻഡ്
മൂവിങ് ഓൺ, നമ്മുടെ ഫോർത്ത് സെറ്റപ്പ് അയച്ചേക്കുന്നത് ആന്റണിയാണ് ഫ്രം കൊച്ചി. പർപ്പസ് മെൻഷൻ ചെയ്തേക്കുന്നത് വർക്ക് ഫ്രം ഹോം, ഗെയിമിംഗ്, മെയിൻലി ഫ്ലൈറ്റ് ആൻഡ് റേസിംഗ് സിം ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ഹൈ സ്പെക് ആണ്. പ്രോസസർ ഇന്റലിന്റെ i9-12900K, MSIയുടെ Pro Z690 മദർ ബോർഡ്, 32GB ആണ്, DDR5 Corsair Vengeance-ന്റെ റാം, MSIയുടെ RTX 4080 Ventus എഡിഷൻ GPU ആണ് യൂസ് ചെയ്യുന്നത്. WD-യുടെ SN570, ലിക്വിഡ് കൂളർ, കൂളമാസ്റ്ററിന്റെ ML301 ഇല്യൂഷൻ മോഡലാണ്. കോസൈന്റെ HX1200 ആണ് പവർ സപ്ലൈ. HX1200 കുറച്ച് ഓവർക്കില്ലാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ. കോസൈൻ്റെ തന്നെ 5000X ആണ് ഈ ക്യാബിനറ്റ്. പിന്നെ വേറൊരു കാര്യം, പുള്ളി അയച്ചേക്കുന്നത് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഓരോ പാർട്സും ഓരോ കോമ്പണൻറ്റും സെപ്പറേറ്റ് ഫോൾഡറിലാണ് അയച്ചേക്കുന്നത്. സോ അത് കൈൻഡ് ഓഫ് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ ഇപ്പം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. എനിവേസ് പി സിയുടെ ടോട്ടൽ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ, സോ ഇതാണ് കംപ്ലീറ്റ് സെറ്റപ്പ്. ആൻഡ് സെറ്റപ്പ് വൈസ് നോക്കുവാണെങ്കിൽ ഫുൾ സെറ്റപ്പ് ലുക്സ് അടിപൊളി. ഇതിലൊരു ലാപ്ടോപ്പ് നമുക്ക് കാണാം, അതും ഒരു ആമിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. 2 മോണിറ്റേഴ്സ്, ഡ്യുവൽ മോണിറ്റർ സെറ്റപ്പ് ആണ് കാണുന്നത്. ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിലോട്ടാണ് പി സി വെച്ചേക്കുന്നത്. ആൻഡ് ഇത് കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് കാണാം കേബിൾ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടാണ് ബാക്കിലെ കേബിൾ മാനേജ്മെന്റ് എല്ലാം ചെയ്തേക്കുന്നത്. ഐ തിങ്ക് കേബിൾ സ്ലീവ്സ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ കേബിൾസും സിംഗിൾ ഒരു ഇതായിട്ട് റൗട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ആൻഡ് ആ ടേബിളിന്റെ തന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ റേസിംഗ് വീലും മൗണ്ട് ചെയ്തേക്കുന്നതായിട്ട് കാണാം. സോ കംപ്ലീറ്റ് സെറ്റപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ലുക്സ് അമേസിംഗ്. ആൻഡ് ഒരു ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു ഫുൾ സെറ്റപ്പ് ഇൻക്ലൂഡിങ് ഗെയിമിംഗ് ചെയറും എല്ലാ കാര്യങ്ങളും ക്ലിയർലി കാണാൻ പറ്റും, എങ്ങനെയാണ് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്ത് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. സോ എവറിത്തിങ് ലുക്സ് വെരി നീറ്റ്. ആൻഡ് ഈ സെറ്റപ്പിലെ മറ്റു കോമ്പണൻസ് നോക്കുവാണെങ്കിൽ മോണിറ്റേഴ്സ് അൾട്രാ വൈഡ് മോണിറ്റർ MSI ബ്രാൻഡിന്റെ 34 ഇഞ്ചിന്റെ ആണ്. സാംസങ്ങിന്റെ ആണ് അതിന് മേലെ കാണുന്നത് 27 ഇഞ്ചിന്റെ മോണിറ്റർ. കീബോർഡ് റെഡ് ഡ്രാഗന്റെ K551, മൗസും റെഡ് ഡ്രാഗന്റെ തന്നെയാണ്. സ്പീക്കേഴ്സ് FNDD ആണ് യൂസ് ചെയ്യുന്നത്. Oculus Quest 2 മോഡൽ. ലോജിടെക്കിന്റെ Extreme 3D Pro ആണ് ജോയ്സ്റ്റിക്. ലോജിടെക്കിന് തന്നെ G29 ആണ് ഡ്രൈവിംഗ് വീലും പെഡൽസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫുൾ സെറ്റപ്പ് ഡീറ്റെയിൽ. ടേബിളിന്റെ താഴെയുള്ള കേബിൾ മാനേജ്മെന്റും കാണിച്ചിട്ടുണ്ട്. കേബിൾ സ്ലീവ് യൂസ് ചെയ്താണ് എല്ലാം റൗട്ട് ചെയ്തേക്കുന്നത്. നീറ്റായിട്ടാണ്, എല്ലാം നീറ്റ്ലി ആണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അതിന് ടേബിളിന്റെ ഇടയ്ക്ക് ചെറിയ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇട്ടതാണെന്ന് തോന്നുന്നു, നമുക്കത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. മോണിറ്ററിന്റെ ബാക്കിലെ കേബിൾ മാനേജ്മെന്റ് LED സ്ട്രിപ്പിന്റെ സംഭവങ്ങൾ നോക്കുവാണെങ്കിലും എല്ലാം തന്നെ നീറ്റായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പി സിയുടെ ഇന്റേണൽ ഫോട്ടോസ് നോക്കുവാണെങ്കിലും എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഫുൾ സെറ്റപ്പ് തന്നെ നീറ്റ് ആണ്. ആൻഡ് പി സിയുടെ അകത്തെ നോക്കുവാണെങ്കിലും അതും നീറ്റായിട്ട് തന്നെയാണ്. പൊടി, ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ്, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അപ്ഗ്രേഡ്സ് ഒന്നും പറയാനില്ല. ഇത് തന്നെ അത്യാവശ്യം ഹൈ എൻഡ് ഗെയിമിങ്ങിനും ഇമേഴ്സീവ് ആയിട്ടുള്ള ഗെയിമിങ്ങിനും നല്ലതാണ്. 4080 ആണ് GPU. സോ 4K ഗെയിമിംഗ് ഒക്കെ ഈസിലി പോസിബിൾ ആണ്. ആൻഡ് ഫൈനലി പെരിഫറൽസിന്റെ ഒരു ക്ലോസപ്പ് അല്ലെങ്കിൽ പെരിഫറൽസിന്റെ എല്ലാത്തിന്റെ ഒരു ഇത് കാണിക്കുവാണ്. അതിൽ ടേബിളിൽ യൂസ് ചെയ്തേക്കുന്ന ചെറിയ ചെറിയ ഐറ്റംസും പ്രോപ്സും നമുക്ക് ഇവിടെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ലോജിടെക്കിന്റെ G29 ഗെയിമിംഗ് വീലും പെഡൽസും ആണ്. ഒക്യുലസിന്റെ Quest 2 VR ഹെഡ്സെറ്റ് കാണാം. സോ കംപ്ലീറ്റ് സെറ്റപ്പ് അടിപൊളിയാണ്. അത് മാത്രമല്ല നമുക്ക് അയച്ച ഫോട്ടോസ് നോക്കുവാണെങ്കിലും വെൽ ഡീറ്റെയിൽഡ് ഫോട്ടോസ് ആണ്. ഫുൾ സെറ്റപ്പിന്റെ പല ഡയറക്ഷൻസിനും പല ആംഗിൾസിനും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണിക്കാനും ഇത് കണ്ട് നിങ്ങൾക്കൊരു ഫുൾ ആ റൂമിന്റെ ഫുൾ ഐഡിയ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫോട്ടോസ് അയക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അയക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് ഫോൾഡർ വൈസ് അയക്കണമെന്നൊന്നുമില്ല, പക്ഷേ മാക്സിമം ഫോട്ടോസ് പല ആംഗിൾസിൽ നിന്നും ടോപ്പിൽ നിന്നും ബാക്കിൽ നിന്നും അങ്ങനെ പല ആംഗിൾസിൽ നിന്ന് അയക്കുവാണെങ്കിൽ ഫുൾ സെറ്റപ്പിന്റെ ആ ഒരു വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മാക്സിമം ഫോട്ടോസ് ഷെയർ ചെയ്യാനും പറ്റും. എനിവേസ് അതാണ് നമ്മുടെ ഫോർത്ത് സെറ്റപ്പ് ഫ്രം ആന്റണി. സൂപ്പർബ് സെറ്റപ്പ്, അടിപൊളി സെറ്റപ്പാണ്. സ്പെക്സ് വൈസ് ആണെങ്കിലും ഓവറോൾ സെറ്റപ്പ് വെച്ചേക്കുന്ന മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആ ഒരു പ്രസന്റേഷന്റെ കാര്യം പറയുവാണെങ്കിലും ഇംപ്രസീവ് ആണ്. ആൻഡ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് അയച്ചേക്കുന്നത് അനുഗ്രഹ റാം ആണ് ഫ്രം കാലിക്കറ്റ്. പുള്ളി ഈ സെറ്റപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗിന് വേണ്ടിയാണ്. സോ ഫസ്റ്റ് ലുക്കിൽ ഒരു കൈൻഡ് ഓഫ് എ മിനിമൽ സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം വലിയൊരു ടേബിളും അതിൽ വലുതായിട്ട് പ്ലേസ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. ഐ ഡോണ്ട് നോ ഇതിപ്പോൾ പുതിയൊരു റൂം സെറ്റപ്പ് ആണോ പുതിയ സെറ്റപ്പ് ആണോ എന്ന് അറിയത്തില്ല. ബിക്കോസ് ഒരു ഫുള്ളി ഒരു ബ്ലാങ്ക് ഫീൽ ആണ് തോന്നുന്നത്. എനിവേസ് ഇതിലെ സ്പെക്സ് നോക്കുവാണെങ്കിൽ Ryzen 9 5900X, MSIയുടെ B550 Pro VDH Wi-Fi ബോർഡ്, കോസൈൻ്റെ 16GB സിംഗിൾ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഐ വുഡ് റിക്കമെൻഡ് അതിനെ ഒരു 16GB കൂടെ ആഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. Zotac-ന്റെ ആണ് 3060 GPU, കിങ്സ്റ്റന്റെ NVMe SSD 500GB, CPU കൂളർ അൽസൈ ബ്രാൻഡിന്റെ ആണ്, ആൻടെക്കിന്റെ Neo Eco 80+ Gold 750 വാട്ട്സിന്റെ PSU, ക്യാബിനറ്റ് Zebronicsന്റെ Zeb Hermes എന്ന മോഡൽ ഇൻ വൈറ്റ്, കേസ് ഫാൻസും Zebronicsന്റെ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ബാക്കി ഓവറോൾ സ്പെക്സ് എന്തായാലും ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. PC യെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു PC ആണെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ബിൽഡ് ദിസ് PC ഫ്രം നെക്സ്റ്റ് ജെൻ റിഗ്സ് വെൻ ദേ ഹാഡ് ആൻ ഓഫർ ടൈമിൽ ബിൽഡ് ചെയ്തത് ആൻഡ് PC കിട്ടിയിട്ടുണ്ട്. ലക്കി ഫെലോ. ഇറ്റ്സ് ബീൻ 11 months നോ ആൻഡ് ദർ ഹാസ് ബീൻ നോ ഇഷ്യൂസ് എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് ജെൻ റിഗ്സിന് ഓഫർ PC കിട്ടിയ ഒരാൾ ഇതാണ്. ആൻഡ് PC കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പുള്ളി പറയുന്നത് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. 11 months ആയി.
11 months മീൻസ് ഇത് അയച്ചിട്ട് മേ ബി 2-3 months, ഇപ്പോൾ 1 വർഷത്തിന് മേലെ ആയി കാണും. ലക്കി ഫെലോ, ശരിക്കും ലക്കി ഫെലോ എന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിവേ സെറ്റപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കേബിൾ മാനേജ്മെൻറ്റ് ഓക്കെ ആണ്, ഇവൻ ദോ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. പി സിയുടെ സംഭവം നോക്കുവാണെങ്കിൽ ഓക്കെയാണ്. സ്പെക്സും അത്യാവശ്യം കുഴപ്പമില്ല. പുള്ളി ഇത് ഗെയിമിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓഫർ പി സി ആയതുകൊണ്ട് 5900Xൻ്റെ കൂടെ RTX 3060 നല്ല ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. ബട്ട് 5900X ക്യാൻ ഹാൻഡിൽ പ്രിറ്റി മച്ച് നല്ല GPUs ഹാൻഡിൽ ചെയ്യും. അത് 3060 ഒരു മിഡ് റേഞ്ച് ചോയ്സ് ആണ്, ബട്ട് ഇതിലും ബെറ്റർ GPUs നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ്ലി ഫോട്ടോസ് അയച്ചത് എല്ലാം കംപ്ലീറ്റ് ഡാർക്ക് ഫോട്ടോസ് ആണ്. പെരിഫറൽസിൻ്റെ കാര്യം, പെരിഫറൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ യൂസ് ചെയ്തേക്കുന്നതെല്ലാം ഡെല്ലിന്റെ ആണ് മോണിറ്റർ, ഇവിടെയും റോയൽ ക്ലച്ചിന്റെ ആണ് കീബോർഡ്, RK61 മോഡൽ, ലോജിടെക്കിന്റെ G Pro ആണ് മൗസ്, റെഡ്ഗൈന്റെ ക്ലോക്ക് ഹെഡ്സെറ്റ്. കംപ്ലീറ്റ് ഒരു മിക്സ് ആൻഡ് മാച്ചും മിസ് മാച്ചും ആയിട്ടാണ് ഉള്ളത്. സോ ഓവറോൾ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് തീംഡ് PC ആണ്. എനിവേസ് ഓവറോൾ നല്ല സെറ്റപ്പ് ആണ്. ഇതിൽ അങ്ങനെ കംപ്ലൈൻസ് പറയാനോ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. കേബിൾ മാനേജ്മെന്റ് നമുക്ക് വലുതായിട്ട് അങ്ങനെ ഫോട്ടോസ് കാണിച്ചിട്ടില്ല, ബട്ട് മോണിറ്ററിന്റെ ബാക്കിലോട്ടുള്ള കേബിൾസ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു കേബിൾ മാനേജ്മെന്റിന്റെ ബോക്സും നമുക്കൊരു ടേബിളിന്റെ കോർണറിൽ കാണാം. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഐ തിങ്ക് PC പ്ലേസ്മെന്റ് കാരണമാണ് ഈ ബാക്കിലെ കേബിൾസ് ഇങ്ങനെ കാണുന്നത്. ബിക്കോസ് PC ഒരു സൈഡിലോട്ട് ആംഗിൾ ചെയ്താണ് വെച്ചേക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇത്രയും കാണത്തില്ല. ബാക്കിൽ അത് പ്രോപ്പറായിട്ട് ഹൈഡ് ചെയ്തിരുന്നേനെ. സോ ഓവറോൾ സെറ്റപ്പ് ഈസ് ഗുഡ്. ആൻഡ് ടേബിൾ ഐ തിങ്ക് ഒരു സിറ്റ് സ്റ്റാൻഡ് ടേബിൾ ആണെന്ന് തോന്നുന്നു. ഗ്രീൻ സോളിൻ്റെ ട്രിഗർ മോഡൽ ഇലക്ട്രിക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിൾ ആണ്. യെസ്. ആൻഡ് ആന്റോണിയോ ബ്രാൻഡിൻ്റെ ഹൈ ബാക്ക് മെഷ് ഓഫീസ് ചെയർ ആണ്. ഈ ചെയറും യൂസ് ചെയ്തേക്കുന്നത്. ഇൻ കേസ് ചെയർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ഇതുണ്ടെങ്കിൽ. സോ അതായത് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് ഫ്രം അനുഗ്രഹ റാം കാലിക്കറ്റിന്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 28. ആൻഡ് ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഈ സെഗ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റോപ്പ് ദിസ് സെഗ്മെന്റ്. സോ അതുകൊണ്ട് തന്നെ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ എൻട്രീസ് അയക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ ആസ് ഓൾവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് യു നോ വെയർ ടു കോൺടാക്ട് മീ ഫോർ PC ബിൽഡ്സ്. ഈ നമ്പറിൽ വാട്സാപ്പ് ഓർ കോൾ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.